ദൈവത്തിൻ്റെ മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏവർക്കും ജെറുസലേം മിഷൻ്റെ ഈ യൂട്യൂബിലേക്ക് ഹാർദമായ സ്വാഗതം. യേശു ആരെ എന്ന വിഷയത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ 5ാമത്തെ വീഡിയോയിലൊക്കെ നാം കടക്കുമ്പോൾ കഴിഞ്ഞ 3-4 വീഡിയോകളിലായി ദൈവത്തിനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 3 വിധമായിട്ടുള്ള ജനനങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്നും നാം അല്പമായി ഗ്രഹിക്കുവാൻ, എന്നാൽ അതിൻ്റെ സാരാംശങ്ങൾ ചോർന്നു പോകാതെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ സഹായിച്ചു. യേശു ആരാണെന്ന് ചിന്തിക്കുന്നതിൽ പിശാചിന് എതിരാളിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല അത്. കാരണം ദൈവിക വിഷയങ്ങളുടെ ആധികാരികളെ നമ്മൾ ഗ്രഹിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ ദൈവത്തെ വേണ്ടതുപോലെ അനുഭവിച്ചറിയുന്നത് വിരോധിക്ക് ഏറെ പ്രതികൂലമുണ്ടാക്കുകയും അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകും എന്നതിനാൽ ഈ ലോകത്തിൻ്റെ പുറംമൂടികളിൽ നമ്മുടെ ആത്മാവിലെ ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തെയും ജഡത്തെയും ജയിക്കാതെയുള്ള മുന്നോട്ടുള്ള പോക്കുകൾ, അതൊക്കെയാണ് സാത്താന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വസ്തുതകൾ. അയാൾ ദൈവത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ തത്വജ്ഞാനികൾക്കും ആത്മീയ പ്രബോധനം പറയുന്ന പലർക്കും അതിലേക്ക് ചൂഴ്ന്നിടങ്ങുന്നതിലേക്ക് വലിയ താല്പര്യം ഇല്ലാതിരിക്കുമ്പോൾ, ഈ അന്ത്യകാലമെന്ന് പറയപ്പെടുന്നതായ ഈ കാലത്തിൽ യേശു ആരാണ് എന്നുള്ളത് വേണ്ടതുപോലെ നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏവർക്കും വീണ്ടും വന്ദനവും പറഞ്ഞുകൊണ്ട്, അത് ലൂസിഫർ സ്വർഗത്തിൽ പുത്രനോട് തന്നെ വിഘടിച്ചപ്പോൾ അവനെ തകർക്കുവാൻ ഒരു പകരക്കാരനെ അല്ല, പുത്രൻ തന്നെ ആ മനുഷ്യനായി വരികയായിരുന്നു. ഇതെത്ര ഉന്നതമായൊരു തത്വമാണ്. പകരക്കാരനല്ല ലൂസിഫറിന് മീതെ പിതാവിൻ്റെ പ്രമോദമായ ദൈവപുത്രൻ. ദൈവമായിരുന്നവൻ തുല്യനായിരുന്നവൻ പുത്രനായി ഭവിച്ചതാണ്. തന്നെയും സൃഷ്ടിച്ചത് ഈ യേശുവാണെന്നറിയാതെ, അതെ, ലൂസിഫർ നിഷേധിയായി സ്വർഗം പിടിച്ചടക്കാനാണ് ശ്രമം നടത്തി അവൻ പരാജിതനായത്. തുടർന്ന് പുനഃസൃഷ്ടിയുടെ കിരീടമായി ദൈവത്തിൻ്റെ തൃത്വപതിപ്പിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവൻ കൗശലത്തിൽ ചതിച്ചു സ്ത്രീയിലൂടെ. അതിനാൽ തന്നെ സ്ത്രീയുടെ സന്തതിയായി വന്ന് സൃഷ്ടിക്ക് കാരണഭൂതനായ ക്രിസ്തു സാത്താൻ്റെ തല തകർക്കുകയായിരുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, ആൽഫയും ഒമേഗയും, നിയമദൂതൻ, സന്മുഖദൂതൻ, നിത്യരക്ഷയുടെ കാരണഭൂതൻ, അങ്ങനെ അവിടുന്ന് എല്ലാറ്റിനും എല്ലാമായി. സൃഷ്ടിക്ക് കാരണമായ താൻ തന്നെ, കൊലോസ്യർ 3:11, ആദമിന് വേണ്ടി വന്നു, മറ്റൊരു പകരക്കാരനെ ഉപകരിക്കില്ല. കാരണഭൂതൻ തന്നെ മരണക്കാരനെ തകർത്തു കളഞ്ഞു. ഗ്രീക്ക് തത്വജ്ഞാനികളിൽ അഗ്രഗണ്യനായ സോക്രട്ടീസ് ശിഷ്യനായ അൽസിബിയാസിനോട് പറഞ്ഞു, ഏറ്റവും വലിയ നന്മയെപ്പറ്റി പറയുവാൻ എനിക്ക് അറിയില്ല, എങ്കിലും സൃഷ്ടിതാവ് നല്ലവനാണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം ഒരു ഗുരുവിനെ തക്ക സമയത്ത് അയക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദ ഗുരുവായ നീക്കോഡമസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നല്ല ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് പറയുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ ഒരു പ്രഭാകിരണം പോലും കാണുന്നില്ലല്ലോ എന്ന് തോന്നും മുൻപേ ഈ ഗുരുവിനെ കണ്ടെത്തുക. ഫിലോസഫിയുടെ പിതാവായ സോക്രട്ടീസ് പറഞ്ഞതുപോലെ തക്ക സമയത്താണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അരക്ഷിത മനുഷ്യഭാവി സുരക്ഷിതമാക്കാനാണ് അവിടുന്ന് മനുഷ്യനായി ജനിച്ചത്.
കാൽവറിയിൽ സാത്താൻ്റെ തലയെ തകർത്തവൻ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് ശരീരം അവിടെ കിടക്കെ, അത് ശരീരം കല്ലറയിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്ക മരിച്ച വിശുദ്ധന്മാരുടെ വിശ്രാമ സ്ഥലമാകുന്ന പറുദീസിലേക്ക് ഇറങ്ങി. കൂട് വിട്ട് കൂട് മാറുന്നത് പോലെ ആത്മീയത്തിൽ നല്ല പ്രബുദ്ധത പ്രാപിക്കുന്നവരെ തങ്ങളുടെ ആത്മാവെ ചിലപ്പോൾ ഒരു സഞ്ചാരം നടത്താൻ പര്യാപ്തമാണ്. തങ്ങളൊരു സ്ഥലത്തായിരിക്കാം മറ്റൊരു സ്ഥലത്തൂടെ സഞ്ചരിച്ചു പോയി. ചിലപ്പോൾ സോൾ കൂടി ദേഹി കൂടി ആ സഞ്ചാരത്തിൽ പങ്കാളിയായി എന്ന് ചിലർ പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അതൊരു ശാസ്ത്ര സത്യവും പല വിശ്വാസികൾക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാകുന്നു. അങ്ങനെ യേശുവിധ കല്ലറയിൽ കിടക്കെ, ശരീരം കിടക്കെ, താൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, പറുദീസയിലേക്ക് ഇറങ്ങി, താഴെ തട്ടിൽ നിന്നും വിശുദ്ധന്മാരെ അരികെ ചെന്ന് തന്നെ സാക്ഷീകരിച്ച് പ്രവാചകന്മാർ പ്രഘോഷിച്ച വ്യക്തിത്വം താനായിരുന്നുവെന്നും അതിനാൽ ലോകസ്ഥാനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടായി ഭവിച്ചിരുന്ന, അഥവാ അങ്ങനെ മെൻഷൻ ചെയ്തു വെച്ചിരുന്ന ആ സാക്രിഫിസിനായി അത് യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആ ദൈവ കുഞ്ഞാണ് താനായിരുന്നുള്ള ആ വെളിപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധന്മാരുമായി സ്വർഗീയ പറുദീസയിലേക്ക് കയറി. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് അങ്ങനെ കയറിപ്പോയത്. തുടർന്ന് 3-ാം നാൾ ശരീരസ്ഥനായി കല്ലറയെ വിട്ടു. സൃഷ്ടിപ്പിലും ജനനത്തിലും ക്രിസ്തുവിനോടുകൂടി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാം ദൈവം, അതെ, ആ ദൈവത്താൽ യേശു മരണത്തെ ജയിച്ചവനായി തൻ്റെ 3-ാം ജനനം മരണത്തെ ജയിച്ചതായിരുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇപ്പോഴോ ഈ പ്രസന്റ് ടൈമിൽ പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും അതേസമയം ശ്രേഷ്ഠ മഹാപുരോഹിതനായി മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അതുപോലെ മനുഷ്യന് വേണ്ടി മധ്യസ്ഥ കാണിക്കുകയും ചെയ്യുന്ന അവിടുത്തേക്ക് ഇനി ഒരു 4-ാം ജനനമുണ്ട്. അതിശയകരമായ വാക്കുകൾ കൊണ്ട് നിറം പിടിപ്പിക്കാനാവാത്ത ആ വിവരണ പട്ടികയിലേക്ക് കടക്കും മുമ്പേ, ആ പടികൾ കയറും മുമ്പേ മറ്റനേകം കോണിപ്പടികൾ നാം കയറേണ്ടതായിട്ടുണ്ട്. 4-ാം ജന്മമെന്ന ആ സംജ്ഞ, ആ മിസ്റ്ററി, ഒരു 4-ാം ജന്മം എന്നതിൽ അപ്പുറം എ 4th ഡയമെൻഷനൽ സ്റ്റേജാണ്. അഥവാ 4-ാം മാനം അടുത്തും അകലെയും എന്ന യാഥാർത്ഥ്യം പോലെ സംഭവിക്കാനിരിക്കുന്ന ഒരു അവസ്ഥയത്രേ ആ 4-ാം ജനനം. എന്നാൽ വേഗം അതിലേക്ക് ചാടിക്കടക്കും മുമ്പേ, അതറിയും മുമ്പേ, അഥവാ അത് അറിയുവാനായി യേശു ആര് എന്ന അവിടുത്തെ ഡിവിനിറ്റി, ഹ്യൂമാനിറ്റി, ദൈവത്വ മനുഷ്യത്വം നമ്മളെ അറിയേണ്ടതായിട്ടുണ്ട്. പുനരാഗമന ശേഷം അഥവാ റാപ്ചറിന് ശേഷം 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് വെളിപ്പാട് 21 കത്തുന്ന ഭൂമിക്ക് ശേഷം വരുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ 4-ാം ജന്മത്തെ അഥവാ പദവിയെ അറിയണമെങ്കിൽ അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും അറിയേണ്ടതായിട്ടുണ്ട്. 1 സൃഷ്ടിപ്പിന് മുൻപുള്ള ദൈവത്വം, 2 സൃഷ്ടിപ്പിന് ശേഷമുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ, 3 മനുഷ്യരൂപത്തിൽ വന്ന ശേഷമുള്ള ദൈവത്വവും മനുഷ്യത്വവും, 4 ഉയിർപ്പിന് ശേഷമുള്ള ദൈവത്വം, വിവിധ പദവികളെ, കർത്തവ്യങ്ങളെ, ഇതിലൊക്കെയും അത്യാവശ്യമായ ഗ്രാഹ്യം ഒരു വിശ്വാസി നേടിയിരിക്കണം. എന്നോട് കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പേ എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുതേ എന്ന് അപ്പോസ്തലനും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ പൂർവ ദൈവത്വം ചിന്തിച്ചതുപോലെ മനുഷ്യനായി വന്നപ്പോഴുള്ള ദൈവത്വവും മനുഷ്യത്വം കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയനായവൻ, പുത്രനാം ദൈവം, ഭാഗ്യകരമായ പ്രത്യാശ, തകർക്കുന്നവൻ, ശുഭ്രമായ ഉദയനക്ഷത്രം, യഹോവയുടെ സൈന്യത്തിൻ്റെ സേനാധിപതി, ധന്യനായ ഏകാധിപതി, ഇങ്ങനെ 570-ലധികം നാമങ്ങൾ ക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുന്നു.
ഇതിൻ്റെ സാരാംശങ്ങൾ ഓരോന്നായി ഗ്രഹിക്കുവാൻ മനുഷ്യ മസ്തിഷ്കങ്ങൾക്കാവില്ല. ബുദ്ധിയുടെ അർത്ഥതലങ്ങളിലേക്ക്, ചിന്തയുടെ അനുനയങ്ങളിലേക്കും സ്വാംശീകരണങ്ങളിലേക്കും കടന്നു വരാത്ത ദൈവമർമ്മങ്ങളുടെ ആ വലിയ ശേഖരത്തിലേക്കോ അതിൻ്റേതായിട്ടുള്ള ആ പണിപ്പുരകൾ ചെന്നെത്തി കഴിഞ്ഞ കാലങ്ങളുടെ സ്രോതസ്സുകൾ കടന്ന് ഇന്ന് പ്രപഞ്ചങ്ങളുടെ കണികകളെ കണ്ടെത്തിക്കൊണ്ട് ആദിമ സൃഷ്ടിയുടെ വൈജാത്യങ്ങളെ കൂടി പിടിച്ചെടുക്കുവാൻ ഭാവിയെയും കണ്ടെത്തുമെന്ന് പറയുന്ന മനുഷ്യ തിഷണാശാലികളുടെ ബുദ്ധിമോശത്തിൻ്റെ ശൂന്യത നിഴൽ വിരിച്ചാടുന്ന ഈ ഭൂമിയിൽ മനുഷ്യരാശിയുമേൽ യേശു ഉദയനക്ഷത്രമായി ഉദിക്കും. അതേ, നമ്മൾ അടുത്ത യേശുവിൻ്റെ ആ ചിന്തയിൽ യേശു ആരെ എന്ന വിഷയത്തിൽ നമ്മളുടെ അടുത്ത വീഡിയോ ഗൗരവമായി തുടരുമ്പോൾ പുത്രനായ ദൈവം എന്നുള്ളതായിരിക്കും ആ വിഷയം. പുത്രനായ ദൈവം. അതിനടുത്ത വീഡിയോ നമുക്ക് ചിന്തിക്കാം. നമ്മളുടെ അടുത്ത വീഡിയോ പുത്രനായ ദൈവം. അതിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് ഏവർക്കും നന്ദിയും വന്ദനവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വന്ദനം.